32കാരനായ മനോജ് കുമാറിനെ തിങ്കളാഴ്ച മുതൽ കാണാതായിരുന്നു. കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യമായ അന്വേഷണം നടന്നില്ലെന്ന് പോലീസിനെതിരെയും സർക്കാരിനെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇന്നലെയാണ് ധാനാപൂർ ഗ്രാമത്തിൽ ശിവക്ഷേത്രത്തിന് കുറച്ചധികം ദൂരത്ത് കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് മനോജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മരണം വെടിയേറ്റാണ്. മൃതശരീരം കണ്ണ് ചൂന്നെടുത്ത് നാവറുത്ത് സ്വകാര്യ ഭാഗങ്ങൾ മുറിച്ച നിലയിലാണുള്ളത്. ഗോപാൽഗഞ്ച് ജില്ലയിലാണ് നടക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. തിങ്കളാഴ്ച വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയതാണ് പുരോഹിതനായ മനോജ്. ക്ഷേത്രത്തിലെത്താതിരുന്നപ്പോൾ സഹോദരൻ സുരേഷ് പോലീസിൽ പരാതി നൽകി. അന്വേഷണം നടക്കുന്നുണ്ടെന്നും മനോജിനെ ഉടൻ കണ്ടെത്തുമെന്നും പോലീസ് സുരേഷിനും കുടുംബത്തിനും ഉറപ്പ് നൽകി. മൃതശരീരം കണ്ടെത്തിയതോടെയാണ് അന്വേഷണത്തിലെ അനാസ്ഥ ആരോപിച്ച് നാട്ടുകാരും പോലീസും ഏറ്റുമുട്ടിയത്. കല്ലേറിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ഒരു പോലീസ് വാഹനത്തിനും തീയിട്ടു. ആകാശത്തേക്ക് വെടിവെച്ചാണ് പോലീസ് ക്രമസമാധാനം വീണ്ടെടുത്തത്. കണ്ടാൽ അറിയാവുന്ന പ്രതിഷേധക്കാർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ ആരെന്നോ കൊലപാതക കാരണമെന്തെന്നോ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.